പ്രൈസ് ദ ലോർഡ്. സഹോദരങ്ങളെ, ഇന്ന് വെള്ളിയാഴ്ച ദിനത്തില് ഇന്ന് പ്രത്യേകം നിങ്ങൾ ഇന്ന് പോട്ട ആശ്രമത്തിൽ അച്ഛനക്ക് പോകുന്നുണ്ട് കേട്ടോ, ശുശ്രൂഷയ്ക്ക് പോകുന്നുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ പ്രത്യേകം ഓർക്കണം. നമ്മളുടെ മരിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള മാസത്തിലെ അവസാന ദിനങ്ങളിലേക്ക് നാളെ 30-ാം തീയതി അവസാനത്തെ ദിവസമായി നോക്കിയേ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് പ്രഭാഷക പുസ്തകം 2:10. അവിടെ വചനം പറയാണ്, കഴിഞ്ഞ തലമുറകളെ പറ്റി ചിന്തിക്കുവിൻ. കർത്താവിനെ ആശ്രയിച്ചിട്ട് ആരാണ് ഭഗ്നാശനായത്? കഴിഞ്ഞ തലമുറകളെ. നമ്മൾ ശരിക്ക് മാതാപിതാക്കളുടെ ഗ്രാൻഡ് പാരൻസിൻ്റെ ഒക്കെ കാലഘട്ടത്തിലേക്ക് ഇന്നുള്ളതിൻ്റെ എന്തെങ്കിലും റോഡ് സൗകര്യമായിട്ട് സമ്പത്തായിട്ട് മറ്റെന്താ ഉള്ളത് പ്രിയ സഹോദരങ്ങളെ? പക്ഷേ അവരുടെ ജീവിതത്തിൽ ഒരു ഇന്റീരിയർ ആയിട്ടൊരു പീസ്, ഒരു ആന്തരിക സമാധാനം അവരുടെ ജീവിതത്തിലുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് നോക്കിയേ, നല്ല സൗകര്യങ്ങളുണ്ട്, സമ്പത്തുണ്ട്, വചനം അറിയാനുള്ള അവസരങ്ങളും എല്ലാം ഉണ്ട് നമുക്ക്. പക്ഷേ കർത്താവിനെ ആശ്രയിക്കാൻ മാത്രം അറിയില്ല. ഒരു രോഗത്തിന്റെ മുൻപില് അല്ലെങ്കിൽ ഒരു തകർച്ചയുടെ മുൻപില് എന്റെ ദൈവം എന്നെ രക്ഷിക്കും. ഇതാണ് ശരിക്കും ഈ ഒരു ബന്ധമല്ല, ഇതൊരു ബന്ധമല്ലേ സഹോദരങ്ങളെ? ഈ ബന്ധം നമുക്ക് എവിടെയോ ചില്ല് പൊട്ടുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പൊട്ടിപ്പോയി സഹോദരങ്ങളെ. അതുകൊണ്ട് ശരിക്കും വചനം പറയുന്നത് വളരെ, അതാണ് നിങ്ങളൊന്ന് ആ ടെക്സ്റ്റ് എടുത്ത് വായിക്കുന്നത്. കഴിഞ്ഞ തലമുറകളെ പറ്റി ചിന്തിക്കുവിൻ. കർത്താവിനെ ആശ്രയിച്ചിട്ട് ആരാണ് ഭഗ്നാശനായത്? ദൈവമേ, ഞങ്ങൾക്ക് പഴയ തലമുറയിലുള്ള വിശ്വാസത്തിന്റെ കൃപ കർത്താവേ ഞങ്ങൾക്ക് നൽകണമേ. നാളെ അവസാന ദിവസമാണ്, 30-ാം തീയതിയാണ്. ശക്തമായിട്ട് പൂർവികർക്ക് വേണ്ടി ബലിയർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ. അച്ഛൻ ഇത് നിങ്ങൾ കാണുന്ന സകല മക്കളെയും പൂർവികർക്ക് വേണ്ടി നാളെ അച്ഛൻ ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതായിരിക്കും കേട്ടോ. രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ, വചനത്തിന്റെ അധികാരത്തിൽ, വിശുദ്ധ കുരിശിന്റെ അടയാളത്തിൽ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.